സിഹി, ആഹാ, സീതമ്മ സത്യം പറയുകയാണെങ്കിൽ ഭക്ഷണം ഗമ്മുന്നുണ്ട്. ഫ്രണ്ട്, നീയും ഇങ്ങനെ ചെയ്യ്, ടോമാഞ്ചറി പോലെ. ടോമാഞ്ചറിയോ? ഏതെങ്കിലും ഭക്ഷണം സൂപ്പർ ആണെങ്കിൽ ഇങ്ങനെയാ ചെയ്യാറ്. ചെയ്യ് ഫ്രണ്ട്, ചെയ്യ്. ഓക്കെ. ഈ പരിപാടി കൊള്ളാം. റാം, എല്ലാരും നോക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. സിഹി, പതുക്കെ, നല്ല ചൂടുണ്ട്, നിന്റെ വാ പൊള്ളും. ചൂടുള്ളത് കൊണ്ട് അതിന് ടേസ്റ്റ് ഉള്ളത്. ഞാൻ ചപ്പാത്തി എങ്ങാനും ചൂടോടെ കൊടുത്താലുണ്ടല്ലോ, ഇവള് വെള്ളത്തിൽ മുക്കിയാ കഴിക്കാ. ഇപ്പൊ നോക്ക്. ഇതെന്താ നീ എന്തു പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്നത്? നത്തിങ്. ഫുഡ് കഴിക്കേ. ഫ്രണ്ട്, നീ അത് വെച്ചിട്ട് എങ്ങനെയാ കഴിക്കുന്നത്? അത് ഈസി അല്ലേ? അയ്യോ, രണ്ട് വടികളും സെപ്പറേറ്റ് ആണെങ്കിൽ എങ്ങനെയാ കഴിക്കുക? ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വാ കാണിച്ചേ. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല മോനെ, എനിക്ക് കൈ തന്നെ മതി. അതെങ്ങനെയാ നീ ഇത് വെച്ച് ഇത്ര ഈസി ആയിട്ട് കഴിക്കുന്നത്? ഇത് നീ മുമ്പേ കഴിച്ചിട്ടുണ്ടോ? നിനക്ക് ഈ സ്ഥലം പുതിയതാന്നാ ഞാൻ കരുതിയത്. എനിക്ക് കൈകൊണ്ട് മാത്രമേ പറ്റൂ, സ്പൂൺ ആണെങ്കിലും ഓക്കെ. ഈ ഫോർക്കും ചോപ്സ്റ്റിക്കും ഒക്കെ എന്റെ കയ്യിൽ തന്നാ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സിഹിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കാൻ സിറിഞ്ച് കിട്ടിയതുപോലെയാ, കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. ഇതത്ര പാടൊന്നുമില്ല, വെരി ഈസി. ഓട്ടോ പോലും മര്യാദയ്ക്ക് വിളിക്കാൻ അറിയില്ല നിനക്ക്, പക്ഷേ ടേബിൾ മാനേഴ്സ് ഒക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. അത് ചെറുപ്പം തൊട്ടേ ഞാൻ ഈ ഹോസ്റ്റല് ബോർഡിങ് ഒക്കെ പോയി നിന്നിട്ടുള്ളതല്ലേ. അങ്ങനെ ഇതൊക്കെ ശീലമായിരുന്നേ. ഫ്രണ്ട്, നീ നിന്റെ അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നോ? അതുകൊണ്ടാണ് നിന്റെ അച്ഛനും അമ്മയും നിന്റെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയത്? അല്ല, എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ അച്ഛനും അമ്മയും ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയത്. സോറി. സോറി ഫ്രണ്ട്. അയ്യേ, ഇറ്റ്സ് ഓക്കെ. വെറുതെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? എനിക്കതൊക്കെ ശീലമായി. സിഹിമോളെ, ഞങ്ങളുടെ സ്കൂൾ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നോ? അതെയോ? വെറുതെ അല്ല നീ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് ആയി പോയത്. അത്ര വലിയ തല്ലിപ്പൊളിയൊന്നുമല്ല നീ. തല്ലിപ്പൊളി, തല്ലിപ്പൊളി. ഈ നാട്ടില് നിനക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ? ഇത് നല്ല കഥ. ഇവളില്ലേ? ഞങ്ങൾ രണ്ടാളും അല്ലാതെ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ പാവക്കാരൻ പറഞ്ഞത് വേഗം സത്യാവട്ടെ. ആ പാവ പറഞ്ഞൊക്കെ നടക്കുവോ? അതെനിക്കറിയില്ല, പക്ഷെ എന്റെ മോള് പറഞ്ഞത് അതേപോലെ നടക്കും. എനിക്ക് ഹെലികോപ്റ്ററിൽ കയറി പോണല്ലോ. അതങ്ങനെ ഒരു സാധനം. നീ ഫ്രണ്ടാണെന്നല്ലേ പറയുന്നത്? ആ സ്ഥാനത്ത് നിന്ന് ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ ഞാൻ? ചോദിക്കേ. നീയായിട്ട് കല്യാണം നീട്ടിക്കൊണ്ടുപോവാണല്ലേ? ലൈഫില് ചില ആളുകള് അതിന് വേണ്ടത്ര സമയം എടുത്തെന്നിരിക്കും. പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. ഈ സമയം കൊണ്ട് നിന്റെ കല്യാണം നടന്നായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഒരേ ഒരു കല്യാണം, രാമനല്ലേ, ഒന്നല്ലേ പറ്റൂ. ഞാൻ തമാശക്ക് പറഞ്ഞല്ല. നോ നോ നോ, ഐ ഗോട്ട് ഇറ്റ്. ഞാൻ വെറുതെ. നിങ്ങളുടെ കൈ പിടിക്കാൻ പോകുന്ന കുട്ടി എന്തായാലും നല്ല ഭാഗ്യം ചെയ്ത ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഭാഗ്യം ചെയ്ത കുട്ടികളെ ഇല്ലാന്ന് തോന്നുന്നു. എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? എന്തായാലും നടക്കും. ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല. നീ സത്യമായിട്ട് നല്ല ആളാ. You deserve to be loved.
ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ലല്ല, ആക്ച്വലി കോൺവെന്റിൽ വളർന്ന കുട്ടിയല്ലേ, ഇതിനൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. റിയാക്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, കേട്ടതിന് ശേഷം ഒന്ന് ആലോചിച്ചാ മതി. എന്നും രാത്രി ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോഴേ ഇച്ചിരി കുറഞ്ഞത്. ബട്ട് യാ, പഴയ കുറെ കാര്യങ്ങളില്ലേ, ഓർമ്മകള് വേണ്ടെന്ന് വെച്ചാലും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്ര എളുപ്പത്തിലാവുന്ന മറക്കാനും കഴിയില്ല. എന്നോ പറഞ്ഞ കഥകള്, ചെയ്ത കാര്യങ്ങള്, ഒരുമിച്ച് കേട്ട പാട്ടുകള്, മഴ തോർന്ന ശേഷം ഒരുമിച്ച് നടന്ന വഴികള്, ഈ ഓർമ്മകളൊന്നും ഇപ്പൊ ഇല്ലാതിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ മറ്റൊരാളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിച്ചേനെ. പക്ഷെ ഓർമ്മകളൊക്കെ നമ്മുടെ കൂടെയുള്ളപ്പോ കഷ്ടമാണ്. ലൈഫിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വസ്തുക്കള് ഓർമ്മകളാണ്. അതൊക്കെ അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ലേ. ഓർമ്മകള് ഒരു പഞ്ചവർണ്ണ പക്ഷിയെ പോലെയാ, അതങ്ങ് പൊക്കോട്ടെ. പഞ്ചവർണ്ണക്കിളിയൊക്കെ തന്നെ, പക്ഷെ ഞാൻ വിട്ടാലും അത് ഉള്ളിൽ കിടന്നിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും, ഈ നൂഡിൽസ് പോലെ. സമയമാകുമ്പോ അതൊക്കെ തണുത്തു പോകുന്നേ, വിട്. അതെയോ? എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. നീ വാശി പിടിച്ച് ആരും പറയുന്നത് കേൾക്കാതിരുന്നാ ഇങ്ങനെ ഉണ്ടാവും. ഒറ്റ പ്രാവശ്യം ഒന്ന് മനസ്സ് മാറ്റി ചിന്തിക്ക്. നിങ്ങളുടെ പഴയ ഓർമ്മകളെ ഇല്ലാതാക്കുന്ന പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നിങ്ങൾ നോക്കണമെന്നേ ഉള്ളൂ. ഒറ്റ പ്രണയം എന്നൊക്കെ പറയുമ്പോ പകലിൽ സൂര്യനെ നോക്കുന്ന ഭൂമിക്ക് ചന്ദ്രൻ വരനാകുമായിരുന്നില്ല എന്ന് ഞാൻ പണ്ടേതോ കവിതയെ വായിച്ചിട്ടുണ്ട്. മറക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നഷ്ടപ്പെട്ടു പോയ പ്രണയം ഒരു കുറ്റവുമല്ല. യു ഷുഡ് മൂവ് ഓൺ അല്ലേ? എന്താ പറ, പ്രശ്നമില്ല. എന്തിനാ ചിരിക്കുന്നേ? താനീ പറഞ്ഞതൊക്കെ തനിക്കും ബാധകമല്ലേ? പ്രണയ തന്ത്രി മീട്ടുവാനെൻ പ്രാണനിൽ. ഓ സീതാരാമ. താനും ഒറ്റയ്ക്കാണ്. തന്റെ പേഴ്സണൽ ലൈഫ്, തന്റെ ഓർമ്മകളോ ഒന്നും എനിക്കറിയില്ല. ബട്ട് യാ, താൻ ഒറ്റയ്ക്കാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹലോ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവുന്നത്? നിനക്ക് നിന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് എന്റെ കൂടെ എന്റെ സിഹി ഉണ്ടല്ലോ. ബട്ട് എന്നിട്ടും ഇയാൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ? ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. എന്നോടൊരു ദിവസം ഒരു 100 പേരത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്റെ കൂടെ എന്റെ സിഹി ഉണ്ടല്ലോ. നിങ്ങളുടെ കാര്യം അങ്ങനല്ല. യു ഷുഡ് ഗെറ്റ് മാരിഡ്. ഫ്രണ്ട്, എന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. എക്സ്ക്യൂസ് മീ, ഐസ്ക്രീം വേണോ? റാം, ഗെറ്റ് മീ ആൻ ഐസ്ക്രീം വിത്ത് നോ അദർ ഷുഗർ. ഓക്കെ. തനിക്ക് എന്തെങ്കിലും വേണോ? ഇല്ല, ഒന്നും വേണ്ട. ഷോ along with that get the bill also. താങ്ക് യു. ഇതെന്റെ വക ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കയ്യില് അത്ര പൈസയൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല.
വെൽക്കം. ഇവനിത് എവിടുന്ന മെസ്സേജ് അയക്കുന്നത്? എടാ അർജന്റ്, ഈ ഹോട്ടലിലേക്ക് കോൾ ചെയ്ത് ബിൽ സെറ്റിൽ ചെയ്യ്. വെയിറ്ററിനോട് നമ്മളുടെ അടുത്ത് വന്ന് ദ ഫുഡ് ഈസ് കോംപ്ലിമെന്ററി എന്ന് പറയാൻ പറ. പേരിന് മാത്രമേ ഉള്ളൂ രാമൻ, ചെയ്യുന്നതൊക്കെ കൃഷ്ണലീലകളാ. കള്ളൻ. ശരി മോനെ രാമ, നീ പറഞ്ഞതിലാവട്ടെ. ആ നമ്മുടെ സെൽഫി നന്നായിട്ടുണ്ടോന്നാണോ നീ നോക്കുന്നത്? നന്നായിട്ടുണ്ടോ? ആ വളരെ നന്നായിട്ടുണ്ട്. വെരി ക്യൂട്ട് ഫാമിലി അല്ലേ? സീതാരാമ ഓ സീതാരാമ. സാറേ ബില്ല് തന്നേക്കും. അല്ല ബില്ല് ഞാൻ കോംപ്ലിമെന്ററി ആണ് സാർ, ഫ്രീ ആണല്ല. എന്നുവെച്ചാ ഞങ്ങളൊരു പുതിയ റെസ്റ്റോറന്റ് ആണ് മാഡം. സെലക്ടഡ് ടേബിൾസിന് ഓഫർ ഉണ്ട്, അതുകൊണ്ടാ ഫ്രീ. വെരി ഗുഡ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ ഓഫർ. താങ്ക് യു. വെൽക്കം സാർ. അന്നൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയില്ലായിരുന്നോ? അവിടെയും കോംപ്ലിമെന്ററി, ഇവിടെയും കോംപ്ലിമെന്ററി. ഈ ഹോട്ടലിലെ ഫുഡൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ടാണോ കൊടുക്കുന്നേ? ആ അതെ അല്ലേ, നിങ്ങളെല്ലാവരും ലക്കിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ. പക്ഷെ തന്റെ ലക്കിന് താൻ കാല് വെച്ചെടുത്തൊക്കെ ഫ്രീയാ. ഫ്രണ്ട്, അറിയായിരുന്നെങ്കിൽ ആ 200 രൂപന്റെ ഉരുളക്കിഴങ്ങും കൂടെ മേടിച്ചോണ്ട് അതിനിപ്പോ എന്താ, ഒരു തവണ കൂടെ ഓർഡർ ചെയ്താൽ മതിയല്ലോ. വയറ് പൊട്ടിപ്പോവും ഫ്രണ്ട്. അല്ല, നിന്റെ എക്കുമ്പ സൗണ്ട് എങ്ങനെ നിന്നു പോയത്? അതെയല്ലേ? അത് പിന്നെയും തുടങ്ങി. ചുമ്മാ ഒരു തമാശ കാണിച്ചല്ലേ, നീ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചെയ്തതാ. ആടി ഒരു ഹൈഫൈ. ഫ്രണ്ട്, ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. പക്ഷേ എനിക്ക് സീതയാണ് പേടി. എനിക്കെന്തെങ്കിലും പറ്റിയാ എന്റെ സീതമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഡോണ്ട് വറി, ഈ ഐസ്ക്രീം കഴിച്ചാൽ ഒന്നും ആവില്ല. അതെയോ? അന്ന് ഞാൻ പാർക്കിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് എനിക്ക് കോൾഡ് ഉണ്ടായി. നിനക്കറിയോ? ഫ്രണ്ട്, പാർക്കിൽ പോയാലോ? ഓക്കെ ഡൺ. സിഹി ഇന്ന് പാർക്കിൽ കൊണ്ടുപോകാനാ പ്ലാനെങ്കിൽ പിന്നെ അവൾ അവിടുന്ന് വരേയില്ല. ഞാനും അങ്ങനെയാ. രാവിലെ തൊട്ട് ലോയർ ഓഫീസിലും ഹോട്ടലിലും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുക. ഇനി നമുക്ക് കുട്ടികളോട് കുറച്ച് കളിക്കാൻ പോവാം. ഇന്നത്തെ കാലത്തെ കുട്ടികൾ മൊബൈലല്ലേ കളിച്ചോണ്ടിരിക്കുക. പുറത്തുപോയി കളിക്കട്ടെ എന്ന് ചോദിക്കുന്നതന്നെ അത്ഭുതമാ. അപ്പൊ പിന്നെ പാർക്കിൽ പോയി എല്ലാവരുടെയും കൂടെ കളിക്കുന്നത് ബെറ്റർ അല്ലേ? എന്ത് പറയുന്നു ഫ്രണ്ട്? കറക്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഹൈ ഫൈ. ഓട്ടോ എങ്ങനെയുണ്ട്? ഓട്ടം തന്റെ സ്റ്റൈലില്.
അവധി ദിവസമായിട്ടും വീട്ടിലില്ലല്ലോ. ഈ അടച്ച വാതിൽ കാണുമ്പോഴൊക്കെ ഓരോ രൂപ വെച്ച് കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ കോടീശ്വരി ആയനെ. എവിടെ പോയതാവും? സീതേ, സീതേ, സീതേ. സീത വീട്ടിലില്ല, പുറത്തേക്ക് പോയതാ. ശരി ആവട്ടെ, അവൾ എങ്ങോട്ടാ ഇപ്പൊ പോയേ? അവൾ എന്റെ വീട്ടിലേക്ക് വരില്ല, ഞാൻ വന്ന ഇവിടെ കാണുകയില്ല. ചേട്ടനും നാത്തൂനും ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിറങ്ങിയേക്കുവാ. കഷ്ടകാല സമയത്ത് ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചാ അവക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കേ. എന്താ ഇപ്പൊ ഉണ്ടായേ? ഓഹോ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? വീടിന് ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്നാ? നിങ്ങളോട് പറയാതിരിക്കില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല മോളെ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല, അവൾ ആരോടും ഒന്നും പറയില്ല. എല്ലാം അവക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണല്ലോ. കൂടെ ഒരാള് വേണ്ടേ മുത്തശ്ശി? നിങ്ങൾ തന്നെ പറ. നിങ്ങളൊക്കെ വളരെ അടുത്ത ആൾക്കാരല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഒരാള് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാ അത് അവളുടെ നല്ലതിനാണോ മോശത്തിനാണോ? വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാ അതവക്ക് ലാഭമോ അതോ നഷ്ടമോ? നിങ്ങൾ പറ. നല്ലൊരു ബന്ധം കിട്ടിയാലോ അഹങ്കാരമാ. സീതയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്നോ? സത്യാണോ? സത്യം അല്ലെങ്കിൽ ഇവളുടെ വീടിന്റെ പൂട്ട് നോക്കിയിരിക്കാൻ എനിക്കെന്താ വട്ടാണോ? വലിയ ലോയർ, നല്ല പൈസയുണ്ട്. സീതയെ കുറിച്ചുള്ള എല്ലാ കാര്യവും അറിയാം. ഇവളൊന്ന് മൂളിയാ മാത്രം മതി, ഭാഗ്യത്തിന്റെ കവാടം തന്നെ തുറക്കും. നീ ഇനി ഒന്നും ആലോചിക്കണ്ട മോളെ, ഞാൻ സീതയോട് സംസാരിച്ചോളാം. സത്യമാണേ പറയുന്നേ? സീത എങ്ങാണോ ഇതിന് സമ്മതിച്ച നിങ്ങളുടെ നാവ് പൊന്നായ പോലെ. ഞാൻ വരട്ടെ. ആവട്ടെ മോളെ. ദൈവത്തിനുള്ളതാണോ മുത്തശ്ശി? ഒരു 2 ഞാൻ എടുക്കട്ടെ. താങ്ക്സ് ടു യു ബോത്ത്. എന്റെ സന്തോഷം ഇപ്പൊ അവളെക്കാളും മുകളില. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എവിടെയോ ദൂരെയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ താനതിനെ എന്റെ പോക്കറ്റിലിട്ട് തന്നു. താങ്ക് യു സോ മച്ച്. ഐ മീൻ ഇറ്റ്. അവൾ ഇത്രയും പെട്ടെന്ന് ആരോടും അറ്റാച്ച് ആവാറില്ല. ചിലപ്പോ നീ അവളുടെ കൂടെ കളിക്കുന്നുണ്ടാവും. ഒരുപാട് മേലെ വെച്ചേക്കാ നിന്നെ. യൂഷ്വലി ഞാനും ആരോടും ഇങ്ങനെ നിൽക്കുന്ന ആളെയല്ല. പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക. നമ്മളായിരിക്കാൻ ചുറ്റുമുള്ള ഒരു കാരണമായിരിക്കും അല്ലേ? 100%. ഒരു കാര്യം ചോദിക്കട്ടെ? എന്തോ തെറ്റായിട്ട് ചോദിക്കാനൊന്നും കരുതരുത്. തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല. ബട്ട് താനും സിഹിയും മാത്രമേ ഉള്ളോ? തന്റെ ഹസ്ബൻഡ് എന്ത് പറ്റി?